മുസ്തഫ മുസ്തഫ പൊന്നാരി അളയനും മാണിക്കക്കല്ലായ പെങ്ങളും വന്നിക്കണ്. കായില്ലാത്ത ഇറച്ചിക്ക് വന്ന പോലെ ഏരന്ന് നിൽക്കണ മുറ്റത്ത് കണ്ടില്ലേ? വാ വാ. അല്ല എന്തേ ഇപ്പൊ രണ്ടാളും കൂടി ഇങ്ങനെ ഓനെ കൂടെ ജീവിച്ച് ജീവിതം മടുത്ത എന്റെ വായില് നാവില്ലേ? കാണാൻ വേണ്ടിട്ട് ഇപ്പോഴാണ് കാണാൻ തോന്നിയത് അല്ലേ? ഇത്ര കാലത്തിനിടയ്ക്ക്. ഞങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു പൂതിയില്ല. അന്നെ കുറെ ആശിച്ചു മോഹിച്ച് കാണാൻ കൊതിച്ചിരുന്നിരുന്ന ആങ്ങളാരന്നെയായിരുന്നു ഞങ്ങള്. ആ ഞങ്ങളോട് ഈ എന്താ കാട്ടിയത്? എന്റെ ഒപ്പാണ്ട് പോയില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് ജീവിതം? അന്നാണെങ്കിൽ പ്രേമല്ലായിരുന്നു വലുത്, കുടുംബക്കാരല്ലല്ലോ. ചെല്ലി ചാടിയ മുട്ടോളം അവിടെ ചാടി ചട്ടിക്കാണ് ചട്ടിക്ക്. മനസ്സിലായില്ലേ? എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? നമ്മുടെ തറവാട് അന്തസ്സായി ജീവിക്കുന്ന തറവാട്, ഇത്തരം സാമ്പത്തിക ശേഷി എല്ലാം ഉണ്ട്. നിന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കി അന്തസ്സായി പറഞ്ഞാക്കാൻ ഞങ്ങൾ ശ്രമിച്ചതാ. അപ്പത്തിന്റെ പ്രണയം നടിച്ചിട്ട് പോയി. എന്തുണ്ടായി? ഞങ്ങളുടെ മൊത്തൊക്കെ കരിവാരി തേച്ചപ്പോ എനിക്ക് സന്തോഷമായിരുന്നില്ലേ? അല്ലേ? ഇതൊക്കെ ഒന്ന് മറക്കണം. ഞങ്ങള് മറക്കൂല. ഞങ്ങളൊപ്പം മരിക്കാനുള്ള കാരണം ആരാ? ഈ ഒരു ഒറ്റ ആള് അല്ലേ? ആ ടെൻഷൻ നിന്നെ മരിച്ചടി ഒരുപെട്ടോളെ ആലോചിച്ചോ. മനസ്സിലായില്ലേ? നമ്മളെ വാപ്പാനെ കൊന്നത് അല്ല. ഞങ്ങൾക്ക് ഇത് ഉറപ്പുണ്ടായിരുന്നു എന്നെങ്കിലും ഇത് ഈ പഠിക്ക തന്നെ വരും എന്നുള്ളത്. മനസ്സിലായ? പണ്ടാരോ പറയും ചക്ക മുറിഞ്ഞാ താഴ്ത്താ വീഴാന്ന്. പക്ഷെ ഈ താഴ്ത്താ ചക്ക വീഴണ്ട. മനസ്സിലായില്ലേ? എന്താടി അവനോട് ജീവിച്ച് ജീവിതം മടുത്ത അവിടെ കേട്ടോ എന്തെങ്കിലും പോന്നത് പറയും. കട കൂടുള്ള ജീവിതം മടുത്തിട്ടൊന്നുമല്ല ഞങ്ങൾ വന്നത്. അപ്പൊ എന്താ വന്ന്? എന്റെ പേരിലൂടെ കുറച്ച് സ്വത്തൊക്കെ ഉണ്ടല്ലോ, എനിക്കൊരു വീട് കെട്ടാനുള്ള വഴി രണ്ടാളും കൂടി എന്തെങ്കിലും ഉണ്ടാക്കി തരണം. വാടക കൂട്ടി എന്നിട്ട് ഞങ്ങൾ അടങ്ങറായി. അപ്പൊ ഈ വാടക കൂടാന്ന് സ്വപ്നം ഒന്ന് പോണ സമയത്ത് ഉണ്ടായിരുന്നില്ലേ? മണിമലയെ കൊണ്ടുവന്ന് പൊന്നുവാനെ ചാടിയത് ആണോ? ഇങ്ങനത്തെ കുത്തല്ല. എനിക്കൊരു തെറ്റ് പറ്റി എന്ന് കരുതി ഞാൻ സന്തോഷത്തിന് കുറവുള്ള സ്ഥലത്തൊന്നല്ലട്ടോ ജീവിക്കണത്. അല്ല, ഞങ്ങളെ സന്തോഷം കെടുത്തിയിട്ടാണല്ലോ ഈ ആ സന്തോഷത്തിന് കുറവില്ലാത്ത സ്ഥലത്ത് എത്തിപ്പെട്ടത് അല്ലേ? ഞങ്ങളെ സന്തോഷം എവിടെ എത്തി? ഞങ്ങൾ ഒപ്പ പോയി, ഉമ്മ പോയി, ഈ ഒരു ഒറ്റ ആള് കാരണം. ഈ ചേരപ്പുറത്ത് തറവാട്ടിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും മൈനസ് അഭിപ്രായം ഉണ്ടോ? എന്തെങ്കിലും കുറവുണ്ടോ? ആകെ ഒരു മൈനസ് എന്റെ ഈ പോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് മുറ്റത്ത് ഇറക്കാൻ വന്നിട്ടുണ്ട്. കോട്ടേജിലാണ് താമസിക്കുന്നത് പോലും. കഷ്ടപ്പെട്ടിട്ടേ ഞങ്ങൾ വളർത്തിണ്ടാക്കിയതാണ്. എന്റെ ഉപ്പ പ്രത്യേകിച്ച്. മനസ്സിലായ? ഞങ്ങൾ അത്രയും പൊന്നുപോലെ നോക്കിയിരുന്നതാ എന്റെ കൂടെ ഉണ്ട് പോന്നത്. ഞങ്ങളെയൊക്കെ സ്വപ്നാണ് ഈ തകർത്തത്. അനക്ക് ഓർമ്മണ്ട്? നിങ്ങൾക്കേ അപ്പോഴൊന്നും ഇതൊന്നും മനസ്സിൽ വരില്ല. അപ്പൊ സ്വന്തം തന്തയും വേണ്ട തള്ളയും വേണ്ട എന്നോ എവിടുന്നോ പരിചയപ്പെട്ട ഒരുത്തന്റെ പിന്നാലെ. പോറ്റാൻ കഴിവില്ല വിളിച്ചിറക്കുന്ന കാണാൻ. ഞാൻ അവളെ പോറ്റാത്ത വിഷയം. പിന്നെ എന്താ നിന്റെ വിഷയം എന്താണ്? ഞങ്ങക്ക് ഇനിയെങ്കിലും ഒരു വീട് വേണം ചേട്ടാ. വീടില്ല. അപ്പൊ അത് വീടില്ല, സന്തോഷം ഉണ്ടല്ലേ? വീടില്ല. രണ്ടാളും കൂടി എന്നോട് പൊരുത്തപ്പെടേണ്ട കാര്യം അവിടെ കേട്ടെ. അനക്കെന്തായാലും ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ഉപ്പാന്റെ സ്വത്താണിത്. നമ്മളെ മൂന്നാളുടെ. അതെ, ഇതിപ്പോ നീ എന്നെ പറഞ്ഞു കൊടുക്കണ്ട്. അനക്കൊരു വീട് ഒക്കെ ഉള്ളത് വേണമെങ്കിൽ ഞങ്ങൾ എന്താ വെച്ചാൽ ഇവിടുന്ന് ചെയ്തു തരാം. അതിൽ കൂടുതലൊന്നും ഇവിടെ പ്രതീക്ഷിക്കണ്ട. 5 സെന്റ് സ്ഥലം ഒരു ഇരിക്ക പോലും തരാം. അതിലപ്പുറം പ്രതീക്ഷിക്കരുത് പൊന്നുമോള്. മനസ്സിലായല്ലോ? അത് പൈസ ആയിട്ട് എന്തേലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വേണമെങ്കിൽ ചെയ്തു തരാം. അല്ലാണ്ട് ഞങ്ങളെ ഈ ഉപ്പ ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തും ഉണ്ട് ഇതിന്. അത് തരാനൊന്നും പറ്റില്ല. അങ്ങനെ സ്വത്തിനെ ആഗ്രഹിച്ചിട്ട് ഈ സ്വത്തിന് വേണ്ടിയിട്ട് അവളെ ഇവിടുന്ന് കൊണ്ടായത് എന്നാ തന്നെ അനക്ക് തന്നെയാണ് ഒരു പിച്ചക്കാശ് തരുന്ന പോലെ തന്നെ ഇത് ഞങ്ങൾ തരുള്ളൂ. അത്ര കണക്കാക്കിയാൽ മതി. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതാവോ പിന്നെന്തിനാ പോന്നത്? ഞങ്ങൾ ഇതിന്റെ നേർപകുതിയുള്ള പേരിലാണ്ട് എഴുതിയായിരുന്നു വിചാരിച്ചു അല്ലേ? ഞങ്ങൾക്കുണ്ട് കുട്ടിയും കുടുംബവും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ മക്കളെ വളർത്തി വലുതാക്കുന്നുണ്ട്. ഞാൻ എന്താവും എന്നുള്ള ആർക്കും അറിയാം. എന്തായാലും പടച്ചോൻ കാക്കട്ടെ. ഇതിങ്ങനെയായല്ലോ. പുകഞ്ഞ കൊള്ളി പുറത്തന്നെ. അത് ഇനി കയറ്റിയിട്ട് കാര്യമില്ല. ഈ പുകഞ്ഞ കൊള്ളി തന്നെയാണ് ഞാൻ, എനിക്കറിയാം. പക്ഷെ നിങ്ങളൊക്കെ ഈ പറഞ്ഞു നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇത് എന്റെ പേരിലാ.
മാത്രല്ല ഒരുപാട് സ്വത്തും എന്റെ പേരിലുണ്ട്. അതൊന്നൊക്കെ അറിയാഞ്ഞിട്ടല്ല, കോടതി പോവാനൊക്കെ അറിയാഞ്ഞിട്ടല്ല. എന്റെ ഒരു ആങ്ങളായിട്ട് കോടതി നാടകം പോയി- ഉണ്ടാക്കുന്ന ഒരു കോടതിയിലും പോണ്ട. ഈ പോണ സമയത്ത് അഗ്രിമെന്റ് എഴുതി വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങള്, മനസ്സിലായില്ലേ? ഇവിടെ സ്വത്തിൽ അവകാശം ഇല്ല എന്നുള്ളത്. അതെ. പിന്നെ വന്ന് പിച്ചക്കാശിന് വേണ്ടിയിട്ട് ഇറക്കാൻ വന്നപ്പോ ഞങ്ങൾ തരാന്ന് പറഞ്ഞതാണ്. അത് വേണച്ചെങ്ങ വാങ്ങിട്ട് പോയിക്കോ. വേണ്ടങ്ങടെ മോദി. ഞങ്ങൾ നിങ്ങളെ പിച്ചക്കാശിന് വന്നൊന്നല്ല. ഇവിടെ അത്രയും പറഞ്ഞ് ഇക്കാരടുത്ത് പോകണം, സംസാരിക്കണം എന്ന് പറഞ്ഞാൽ കൂടി പോകുന്നുള്ളൂ. അല്ലാതെ പിച്ചക്കാശിന് വന്നൊന്നല്ല. എനിക്കറിയാം ഇവിടെ നന്നായിട്ട് ഈ ഇവിടെ നിന്ന് ചലക്കണ്ടടാ, അതിനുള്ള യോഗ്യത നടക്കില്ല. അതായിക്കോട്ടെ. പക്ഷെ എന്താ അറിയോ, അത് ഈ ഇവള് വിളിച്ചോണ്ട് മാത്രം. ഉം. കാരണം അവളെ ഇഷ്ടത്തിന് ഇതുവരെ എതിർന്നിട്ടില്ല. ഞാൻ എന്നെ കൊണ്ട് കഴിഞ്ഞ പോലൊക്കെ ചെയ്തു. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ ചുറ്റോർത്തൊക്കെ ആൾക്കാരും ഇതൊക്കെ ഉള്ളത്. അവിടെ നിന്നിട്ട് കൂടുതൽ ശരി തന്നെയാണ്. പ്രസംഗിക്കണ്ട. ഞങ്ങൾക്ക് നാണക്കുണ്ടാക്കി തീർച്ചയായിട്ടും. എന്താ സംശയം? എന്നാലും ഒക്കെ സമാധാനം സന്തോഷമുണ്ട്. ആ. ഇതിന്റെ ഉള്ളിൽ പോലത്തെ കുൻറ്റുമ്പി തന്നെയല്ലല്ലോ. ഉം. വാനു പോയിക്കടി. ഞാൻ പറഞ്ഞല്ലേ വേണ്ടാന്നുള്ളത്. പിന്നെ എന്റെ ഇഷ്ടത്തിന് പോകുന്നതല്ലേ. വിട്ടോ വിട്ടോ, ശരിയല്ലേ? വർത്താനം പറയണ്ട. വിട്ടോ. എന്തിനാ നമുക്കിത്? ഞാൻ വർത്തമാനം പറയണ്ട. നാളെ പടച്ചോന്റെ അടുത്ത് ആ കാണാം. പടച്ചോനെ ഞങ്ങൾ പറഞ്ഞോണ്ടാ. ഞങ്ങൾക്ക് അടുത്ത് പടച്ചോല്ലല്ലോ. ഈ പോടി വന്ന് ചിലക്കാൻ നിക്കണ്ടേ? ഇവിടെ വന്നേരം ഭക്ഷണം കഴിക്കാം. വന്നോ.